തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചു. പോലീസുകാരന്റെ ബൈക്കാണ് മോഷണം പോയത്. പൂജപ്പുര സ്വദേശിയായ മോഷ്ടാവിനെ പോലീസ് തിരിച്ചറിഞ്ഞു. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനിസ, കമ്മീഷണർ ഓഫീസിൽ നിന്നാണ് ബൈക്ക് മോഷണം പോയത് എന്നുള്ളതാണ് ഇതിലേറെ കൗതുകകരം. ഇപ്പോൾ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അതെങ്ങനെ? അതേ വർഷ അത് തന്നെയാണ് ഇതിലെ കൗതുകം. ഈ തീക്കട്ടയിൽ ഉറുമ്പരിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ എന്നാൽ തീക്കട്ടയിലും ഉറുമ്പരിക്കും. ഇത്തരത്തിൽ ഇന്ന് പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ഇന്ന് വൈകിട്ടോടെ നിർത്തിയിട്ട ബൈക്കാണ് മോഷണം പോയത്. ഇയാളെ ഈ ബൈക്ക് മോഷ്ടിച്ചത് പൂജപ്പുര സ്വദേശിയാണെന്നും മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞതായിട്ടും ഇയാൾ റൌഡി ലിസ്റ്റിലടക്കം ഉൾപ്പെടുന്ന വ്യക്തിയാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസ് FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ പിടികൂടാനുള്ള എല്ലാ നടപടിയും കൈക്കൊള്ളുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കമ്മീഷണർ ഓഫീസാണ് തിരുവനന്തപുരത്ത് തൈക്കാടുള്ള കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്കാണ് ഇത്തരത്തിൽ മോഷ്ടിച്ചത്. ഈ നിർത്തിയിട്ട സമയത്ത് ഈ ബൈക്കിന്റെ കീ അടക്കം ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരം കറുപ്പും നീലയും നിറമുള്ള ഈ ബൈക്ക് വൈകിട്ടോടെ ഈ മോഷ്ടാവ് മോഷ്ടിക്കാനാണോ അവിടേക്ക് വന്നത് എന്നതൊന്നും വ്യക്തമല്ല. എങ്കിൽ പോലും ഇയാൾ അവിടേക്ക് വന്ന് ഈ ബൈക്കുമായി കടന്നു കളയുകയായിരുന്നു. ഉടനെ തന്നെ ഈ വിവരം ലഭിച്ച CCTV വഴി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാളെ തിരിച്ചറിഞ്ഞതായിട്ടും അതുപോലെ തന്നെ ഇയാൾ റൌഡി ലിസ്റ്റിൽ അടക്കം ഉൾപ്പെട്ട പോലീസിന് വിശദമായ വിവരമുള്ള ഒരു വ്യക്തിയാണെന്നും ആണ് മനസ്സിലാക്കുന്നത്. ഇയാളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനാകും, പിടികൂടാനാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വർഷ. ശരി സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.